ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിൽ കുറച്ച് ചിക്കനും കുറച്ച് സോയാബീനും വീട്ടിലുള്ള കുറച്ച് ഐറ്റംസും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് വലിയൊരു സവാള ഞാൻ നല്ല സ്ലൈസ് ആക്കി എടുക്കുന്നുണ്ട്. വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഞാൻ ഒരു 1/2 കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനും ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കണം. അങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ച ചിക്കനിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തതും കൂടെ ഇതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ഒന്ന് മാറ്റി വെക്കണം. നമുക്ക് ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബസ്മതി റൈസാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, വാഷ് ചെയ്തൊന്ന് ഊറ്റി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ റൈസൊക്കെ റെഡിയായി. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സോയാബീനും ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് സോയാബീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം തിളക്കുമ്പോൾ അതിൽ ഞാൻ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 1 മിനിറ്റ് നമ്മൾ വെച്ചാൽ മതി കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. പിന്നെ നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം. 2-3 വെള്ളത്തിൽ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാനുണ്ട്. ഈ സമയത്ത് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇതിൽ കുറച്ച് പെരിഞ്ജീരകം, അതുപോലെ കുരുമുളകും ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്തേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച സവാളയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അത്യാവശ്യം വഴന്നു വരുന്ന സമയത്ത് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ചതച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ സമയം കൊണ്ട് ഞാൻ സോയാബീനും ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് അതിൽ അലിഞ്ഞ് വരുന്ന ടൈം ആകുമ്പോഴേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ ഒരു റോസ് സ്മെല്ല് മാറുന്ന സമയത്ത് നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കനും കൂടെ ചേർത്തിട്ട് നമുക്ക് ആ മസാലയും ചിക്കനും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. എന്നിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ടെങ്കിൽ കുക്കാവാൻ അത്ര ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സോയാബീനും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ബസ്മതി റൈസും കൂടെ ഇതിലങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മളൊരു 2 മിനിറ്റ് ഇതൊക്കെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാനുണ്ട് കേട്ടോ. റൈസ് പൊട്ടിപ്പോകാത്ത രീതിയിൽ മെല്ലെ നമ്മൾ ഈ ഒരു മസാലയും റൈസും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം കണക്കാക്കിയിട്ട് 2 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം ഉപ്പ് കുറവ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൂടെ തന്നെ കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയില, അതുപോലെ തന്നെ പുതിന ഇലയും ചേർത്ത് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി അടച്ചു വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ്സ് കൊണ്ട് തന്നെ റൈസ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. 1 പോട്ട് ഡിഷാണ്. നമ്മൾ വെവ്വേറെ പാത്രത്തിലൊന്നുമല്ല പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു സാലഡും കുറച്ച് അച്ചാറും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഇത് കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് സാലഡിൻ്റെയും കുറച്ച് അച്ചാറിൻ്റെയും കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ. ഇനി ചിക്കൻ ഇല്ലെങ്കിൽ വെറും സോയാബീൻ വെച്ചിട്ടും നമുക്ക് ഇതുപോലത്തെ റൈസ് ഉണ്ടാക്കിയെടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്